അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത ആളടക്കം 2 പേർ പിടിയിൽ. അയൽവാസിയായ 16 വയസ്സുകാരനാണ് കുട്ടിയെ വായപൊത്തി പിടിച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോയത്. പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരികളെ പിടിച്ചു നിർത്തിയത് കൂട്ടുപ്രതി എറണാകുളം സ്വദേശി സുധീഷ് ആണെന്ന് പോലീസ് പറഞ്ഞു. നന്ദുഷ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന അപ്ഡേറ്റ്? നിഷാദ്, അതിക്രൂരമായ ഒരു പീഡന വാർത്തയാണ് വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. അടൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അയൽവാസിയായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടി ബലമായി പിടിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. കൂട്ടുകാരികൾക്കൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചത്. മറ്റു കൂട്ടുകാരികൾ എതിർക്കാതിരിക്കാൻ എറണാകുളം സ്വദേശിയായ സുധീഷ് എന്നയാൾ ആ പെൺകുട്ടികളെ ബലമായി പിടിച്ചു നിർത്തുകയായിരുന്നു. ഏതായാലും പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ അനുസരിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള ആ വിദ്യാർത്ഥി പ്രായപൂർത്തിയായിട്ടില്ല എന്നതും ഈ കേസിന്റെ മറ്റൊരു പ്രശ്നമാണ്. ഏതായാലും നിലവിൽ എല്ലാ പ്രതികളെയും പിടികൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായിട്ടുള്ള സുധീഷ് ആണ് ഇത്തരത്തിലൊരു വിശദമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിഷാദ്, കർശന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അയൽവാസികളാണോ നന്ദുഷ ഇവരൊക്കെ ഈ 16കാരൻ? തീർച്ചയായും നിഷാദ്, അയൽവാസിയായിട്ടുള്ള ഈ 16കാരനാണ് ഈ പീഡനത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് പറയുന്നത്. ഇയാൾ ബലമായി മറ്റുള്ള പെൺകുട്ടികളോടൊപ്പം നടന്നു പോവുകയായിരുന്ന ഈ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് പീഡിപ്പിക്കുകയാണ് എന്നാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. ഈ അയൽവാസിയായിട്ടുള്ള ഈ പെൺകുട്ടിയുമായി മുൻപരിചയവും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ കാരണം, എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യത്തിന്റെ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. എറണാകുളം സ്വദേശിയായിട്ടുള്ള സുധീഷിന്റെ സഹായത്തോടെയാണ് ഈ 16കാരൻ ഈ പീഡനം നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 2 പേരാണ് ഇതിലുള്ളത്. നിലവിൽ 2 പ്രതികളാണ് നിഷാദ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള ആസൂത്രണത്തിലോ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിലോ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെ എല്ലാം പിടികൂടാനുള്ള എല്ലാ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നു വരുന്നു. നിലവിൽ ഈ 16കാരനും എറണാകുളം സ്വദേശിയായിട്ടുള്ള സുധീഷ് എന്നയാളുമാണ് ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. നിഷാദ്, ശരി.